ഈ സമയത്ത് നിങ്ങളോടൊന്ന് വളരെ സീരിയസ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നെ ആളുകൾ വിഷമിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ ആളുകൾ വിഷമിപ്പിച്ചിട്ടുണ്ട്. ശരിയാണോ? ഉണ്ട്. ക്ഷമിക്കാൻ പറ്റാത്ത സങ്കടങ്ങൾ തന്ന ആൾക്കാരുണ്ട്, വേദനിപ്പിച്ചവരുണ്ട്. ഉപേക്ഷിച്ച് കളയാനും ക്ഷമിക്കാനും പറഞ്ഞാൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും അത്ര എളുപ്പമൊന്നുമല്ല. അയ്യടാ മോനെ, അല്ല നിങ്ങൾ പറയാം എളുപ്പമാണോ? അത് വേദനയുടെ കട്ടി പോലെ ഇരിക്കും, വേദനയുടെ കട്ടി പോലെ ഇരിക്കും ക്ഷമയുടെ ഒരു സ്പീഡും. എളുപ്പമൊന്നുമല്ല, എളുപ്പമൊന്നുമല്ല. പക്ഷെ ഇന്ന് ഈ സമയത്ത് ഈ വചനം കേൾക്കുന്ന ഈശോയുടെ മക്കൾ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എന്നോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, യു ഫോർഗീവ്. നിന്നോട് തന്നെ ഒന്ന് ക്ഷമിക്കുക. വേദനിപ്പിച്ചവരോടല്ല, വേദന അനുഭവങ്ങളോടല്ല. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ക്ഷമിക്കാൻ ശ്രമിക്കുമായിരിക്കും. ഈ ഫോർഗീവ് യുവർ സെൽഫ്. ഇത് എത്ര ഡീപ്പായിട്ട് ഇത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ, നിങ്ങളുടെ ആ പഴയ മനുഷ്യനെ നിങ്ങളൊന്ന് ക്ഷമിച്ച് ഉപേക്ഷിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അയാളെ അങ്ങ് കെട്ടിയിടരുത്. നമ്മളിപ്പോ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുമ്പോഴും പഴയ മനുഷ്യനെ നമ്മൾ ക്ഷമിച്ചുപേക്ഷിച്ചില്ലെങ്കിൽ ഈ ചിന്ത കയറി വരും. ഇപ്പൊ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, അയാൾ വിജയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പരീക്ഷ എഴുതിയത്, പക്ഷെ തോറ്റുപോയി. ഇപ്പൊ പരീക്ഷയ്ക്ക് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തോറ്റുപോയ ആ പഴയ വിദ്യാർത്ഥിയോട് ക്ഷമിച്ചില്ലെങ്കിൽ ഇപ്പൊ പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോഴും ആ തോറ്റയാൾ കയറി വരും. അയാളെ ക്ഷമിച്ചുപേക്ഷിച്ചാൽ മാത്രമേ പുതുതായിട്ട് പഠിക്കാൻ, പുതുതായിട്ട് സ്വപ്നം കാണാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായില്ലെങ്കിൽ പതുക്കെ മനസ്സിലായിക്കോളും. കട്ടികൂടിയ ലാംഗ്വേജ് അല്ല പറയുന്നത് എനിക്ക് നന്നായിട്ടറിയെങ്കിലും ഇത് ജീവിതത്തിന്റെ ഒരു